ആരോഗ്യവാണി. ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് വൃക്കകൾ. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനൊപ്പം യൂറിയ പോലുള്ള അപദ്രവ്യങ്ങളും ധാതുലവണങ്ങളും രക്തത്തിൽ നിന്ന് നീക്കം ചെയ്ത് ശരീരദ്രവങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് വൃക്കകളുടെ പ്രധാന ധർമ്മം. വൃക്കരോഗങ്ങളെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും രോഗം വരാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും വിശദമായി ചോദിച്ചു മനസ്സിലാക്കാൻ ഇന്ന് ആരോഗ്യവാണിയിൽ നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റായ ഡോക്ടർ MV ബിജുവാണ്. നമസ്കാരം ഡോക്ടർ, ആരോഗ്യവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം. വൃക്ക രോഗികളുടെ എണ്ണം ഈയിടെയായി കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എന്തൊക്കെ വൃക്കരോഗങ്ങളാണ് കൂടുതലായി കണ്ടുവരുന്നത്? വൃക്കരോഗികളുടെ എണ്ണം ഈ അടുത്ത കാലത്ത് വളരെയധികം കൂടുന്നുണ്ട്. വൃക്കരോഗങ്ങളെ രണ്ടായി നമ്മൾ തരംതിരിക്കാം. നമുക്ക് ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, പെട്ടെന്നുണ്ടാകുന്ന കിഡ്നി രോഗങ്ങളെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നും, പെർമനൻ്റായി കിഡ്നി ഡാമേജ് ഉണ്ടാകുന്നതിനെ ക്രോണിക് കിഡ്നി ഡിസീസ് എന്നും പറയുന്നു. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ശരീരത്തിൽ ജലാംശം കുറയുന്ന അവസ്ഥ, അതായത് വോമിറ്റിംഗ്, ഡയറിയ, അല്ലെങ്കിൽ ശരീരത്തിൽ അണുബാധ, സ്നേക്ക് ബൈറ്റ്, അല്ലെങ്കിൽ വേദന സംഹാരികൾ കഴിക്കുന്നതുകൊണ്ടുള്ള പെട്ടെന്നുള്ള കിഡ്നി രോഗങ്ങൾ, ഇതൊക്കെ സാധാരണയായി ഉണ്ടാക്കുന്ന പെട്ടെന്നുള്ള കിഡ്നി രോഗത്തിൻ്റെ ഒരു കാരണങ്ങളാണ്. ഈ പെട്ടെന്നുള്ള കിഡ്നി രോഗങ്ങൾ നമ്മൾ സമയത്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി മാറി പഴയ അവസ്ഥയിലേക്ക് എത്താവുന്നതാണ്. എന്നാൽ പെർമനൻറ്റ് കിഡ്നി ഡാമേജസ്, ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയും, അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സിബിൾ അല്ല. അത് പിന്നെ ഇത് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് ക്രോണിക് കിഡ്നി ഡിസീസും വളരെയധികം നമ്മുടെ സമൂഹത്തിൽ കൂടുന്നുണ്ട്. അതിൻ്റെ ഒരു 60% ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡയബറ്റീസ് മെലിറ്റസ് ആണ്, അതായത് പ്രമേഹമാണ്. 20% കാരണം ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷനാണ്. ഈ രണ്ട് ഡിസീസും ആണ് ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് രണ്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. പിന്നെയുള്ള കിഡ്നി ഡിസീസുകൾ, ക്രോണിക് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസൊക്കെ വളരെ കുറവാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പൊട്ടൻഷ്യലി, അതായത് നമുക്ക് ചികിത്സിച്ച് വരാതിരിക്കാൻ ഏറ്റവും കഴിയുന്ന രണ്ട് അസുഖങ്ങളാണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും ജീവിതശൈലി മാറ്റുന്നതോടുകൂടി നമുക്ക് ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ കഴിയുന്നതാണ്. ഡോക്ടർ, ഇപ്പം നമ്മുടെ ഭക്ഷണ രീതികളിലായാലും ലൈഫ് സ്റ്റൈലായാലും ഒരുപാട് മാറ്റങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കാം? അത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കിഡ്നി ഡിസീസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഡയബറ്റീസും ഹൈ ബ്ലഡ് പ്രഷറാണല്ലോ. അതിൽ ഇത് രണ്ടും പൊണ്ണത്തടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരീരഭാരം കൂടുന്നതിനനുസരിച്ചാണ് പ്രമേഹം ഉണ്ടാകുന്നതും ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള ചാൻസും കൂടുന്നത്. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ആക്ടിവിറ്റി വളരെയധികം കുറഞ്ഞു. പണ്ട് കാലത്ത് നമ്മൾ പണിയെടുത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് ഹാർഡ് വർക്ക് ഇല്ല, പക്ഷേ ഭക്ഷണത്തിൻ്റെ ലഭ്യത, അവൈലബിലിറ്റി ഇഷ്ടം പോലെയാണ്. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഉണ്ട്, റിഫൈൻഡ് ഷുഗേഴ്സിൻ്റെ ഉപയോഗം വളരെ കൂടി, ഓയിലിൻ്റെ ഉപയോഗം വളരെ കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലറി ഇഷ്ടം പോലെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നുണ്ട്. അതുകൊണ്ട് തൽഫലമായിട്ട് ശരീരത്തിലെ ഫാറ്റ് കൂടുന്നു, വെയിറ്റ് ഗെയിൻ വരുന്നു, ഒബീസിറ്റി വരുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും, യൂറിക് ആസിഡ് കൂടുന്നതും, ഫാറ്റി ലിവറും, ക്രോണിക് ലിവർ ഡിസീസും, കിഡ്നി ഡിസീസും, കാർഡിയാക് ഡിസീസും, സ്ട്രോക്കും എല്ലാം ഇതിൻ്റെ അനന്തരഫലമാണ്. ഫാസ്റ്റ് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവ്സ്, കളേഴ്സ്, ടേസ്റ്റ് മേക്കേഴ്സ്, ഇതൊക്കെ കിഡ്നിയെ മോശമായിട്ട് ബാധിക്കുന്നതായിരിക്കാം അല്ലേ? ഇതൊക്കെ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല ഭക്ഷണത്തിലും പലതരം കളറിങ് ഏജൻറ്റ്സ് പലതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നേരിട്ട് ഇത് പെട്ടെന്നൊരു കിഡ്നി ഗ്യാസ് ഉണ്ടാക്കിയേ പെർമനൻറ്റ് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് പലതരം കിഡ്നി രോഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്ത് കുറച്ചും കൂടി വാച്ച് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഫുഡോ അല്ലെങ്കിൽ നാച്ചുറൽ കാര്യങ്ങളോ നമുക്ക് കുറഞ്ഞു വരുന്ന കൂടുതൽ കൃത്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അനന്തരഫലങ്ങൾ പിന്നീട് ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അതൊരു മേജർ കാരണം എന്ന് പറയാൻ പറ്റില്ല. അത് ഡയബറ്റിസ് പോലത്തെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കിയ ശേഷം അത് പിന്നീടാണത് കിഡ്നിയിലേക്ക് ബാധിക്കുന്നത്. അതെ, ഇപ്പോൾ ഉള്ള കിഡ്നി ഡിസീസിൻ്റെ മെയിൻ കാരണം ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് എങ്ങനെ കിഡ്നി അസുഖം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാക്കുന്നതല്ല ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞ അസുഖം.
കിഡ്നി സ്ട്രക്ചർ തന്നെ മാറിപ്പോവും. അത് വർഷങ്ങളോളം ഷുഗർ കൺട്രോൾ അല്ലാത്ത അവസ്ഥയിൽ ഹൈ ബ്ലഡ് ഷുഗർ വരുമ്പോഴേക്കും കിഡ്നിയിലെ ടിഷ്യൂ എല്ലാം അതിൻ്റെ ഡാമേജ് വന്ന് ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കിഡ്നിയിൽ ഫിൽട്ടർ ചെയ്യുന്നതിൻ്റെ അരിപ്പയുടെ സ്വഭാവം മാറും. അത് തൽഫലമായിട്ട് യൂറിനിൽ അത് ആൽബുമിൻ കാണിക്കുക. അതാണ് ഏർലിയസ്റ്റ് ഏറ്റവും ആദ്യത്തെ കിഡ്നി ഡിസീസിൻ്റെ മാർക്കർ, ഡയബറ്റീസിനുള്ള കിഡ്നി മാർക്കർ. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ഡിസീസ് ഏർലി സ്റ്റേജിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എല്ലാ ഡയബറ്റീസ് ഉള്ളവരും ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അതേപോലെ ബ്ലഡ് പ്രഷറിലേക്ക് വരികയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൂടുതലായിട്ട് ഹൃദയ ആരോഗ്യത്തെ സംബന്ധിച്ചായിരിക്കും എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ സ്ട്രോക്ക് വരുത്തും, അല്ലെങ്കിൽ ഹാർട്ട് കംപ്ലയിൻസ് വരുത്തും എന്നുള്ളത്. ഈ BP ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ളത് കിഡ്നിക്കാണെന്നുള്ളത് പലർക്കും അറിയില്ല. വൃക്കയും ഹൈ ബ്ലഡ് പ്രഷറും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. എനിക്ക് കിഡ്നിയാണ് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ. കിഡ്നി പല കെമിക്കൽസും റിലീസ് ചെയ്തിട്ടാണ് ബ്ലഡ് പ്രഷർ നമ്മുടെ ശരീരത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റെനിൻ, ആൻജിയോടെൻസിൻ കെമിക്കൽസ്. അപ്പോൾ കിഡ്നി ഡിസീസിൽ കെമിക്കൽസ് കൂടുതൽ റിലീസ് ചെയ്യും, അതുകൊണ്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവുകയും. അതേപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്തുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കിഡ്നിയിലാണ് ഏറ്റവും കൂടുതൽ രക്തക്കുഴലുകളുള്ള ഒരു അവയവം. ഹൈ ബ്ലഡ് പ്രഷർ വരുമ്പോഴേക്കും ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജ് ഏറ്റവും അധികം ബാധിക്കും. അതുപോലെ തന്നെ ഹാർട്ടിനെയും ബാധിക്കും. സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈ ബ്ലഡ് പ്രഷറുള്ള എല്ലാവരും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്താൽ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം തടയാൻ പറ്റും. അക്യൂട്ടായിട്ടുള്ള റീനൽ ഫെയിലിയർസ് എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത്? അക്യൂട്ടുള്ള റീനൽ ഫെയിലർ വളരെയധികം കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിഡ്നിക്ക് അത് ഏറ്റവും ബാധിക്കുന്നൊരു അവയവമാണ്. അപ്പോൾ അതിനുണ്ടാകുന്ന മേജർ കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ വോമിറ്റിംഗ്, സിവിയർ വോമിറ്റിംഗ് ഉണ്ടാകുക, അല്ലെങ്കിൽ നല്ല ഡയറിയ ഉണ്ടാകുക, വയറിളക്കം ഉണ്ടാകുക. അങ്ങനെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും, കിഡ്നിയുടെ പ്രവർത്തനം കുറയും. അങ്ങനെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകും. ശരീരത്തിൽ ഏത് അണുബാധ ഉണ്ടെങ്കിലും അത് കിഡ്നിനെ ബാധിക്കാം. എക്സാമ്പിൾ നമ്മൾ എലിപ്പനി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കിഡ്നിയാണ്. ഡെങ്കി ഫീവർ അങ്ങനെയുള്ള സാധനങ്ങൾ. ശരീരത്തിലെ ഏത് അണുബാധയും, ചിലപ്പോൾ ന്യൂമോണിയ ആകാം, അത് സെപ്സിസ് ആയി മാറിക്കഴിഞ്ഞാൽ അത് കിഡ്നിനെ ബാധിക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് പ്രായം കൂടിയുള്ള ആളുകൾ വളരെ കൂടുന്നു. ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർക്ക് അവരോടൊപ്പം തന്നെ ഡയബറ്റീസ് ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, ഓൾറെഡി അവർ കിഡ്നി ഡിസീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ ചെറിയൊരു ഡാമേജ് പോലും പെട്ടെന്നുള്ള കിഡ്നി ഇഞ്ചുറിയിലേക്ക് മാറും. അത് സിവിയർ കിഡ്നി ഫെയിലറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേദനയുടെ ഗുളികകൾ മിത ഉപയോഗം, എസ്പെഷ്യലി NSAID ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ, കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർ, പ്രായമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത് കിഡ്നി ഡിസീസ് പെട്ടെന്നുള്ള കിഡ്നി ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയുള്ള ഒരു കോമൺ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിക്കുള്ള ഒരു കാരണം ഇവിടെ കാണുന്നത് സ്നേക്ക് ബൈറ്റാണ്. എസ്പെഷ്യലി വൈപ്പർ ബൈറ്റ് കിഡ്നീനെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സാറ് ഡീഹൈഡ്രേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾക്ക് വരുന്നത് സമ്മർ സീസണാണ്, ഉഷ്ണ തരംഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. വെള്ളം കുടിക്കുന്നതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സമ്മർ സീസണിൽ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വിയർപ്പ് വരും, കൂടുതൽ ജലാംശം ശരീരത്തിൽ നിന്ന് പോകും. അതിനനുസരിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുകയും അതിന് ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങൾ വരികയും ചെയ്യാം. ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ കിഡ്നി അത് ശരീരത്തിൽ വെള്ളം കൺസർവ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെ ബ്ലഡ് യൂറിൻ ക്രിയാറ്റിൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല പോകാൻ വഴി ചൂടുള്ള കാലാവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ മൂത്രം എപ്പോഴും വൈറ്റ് കളറിൽ പോകണം, അല്ലാതെ യെല്ലോ കളറിലാണെങ്കിൽ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആണ്, ശരീരം ജലാംശത്തിൻ്റെ അളവ് കുറവാണെന്നാണ് കാണിക്കുന്നത്. ആരൊക്കെയാണ് അത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? കൂടുതൽ ഇത് വരാൻ സാധ്യതയുള്ളത് കുട്ടികൾക്കും പ്രായമായവർക്കും ഡയബറ്റീസ് ഉള്ളവർക്ക്, ഓൾറെഡി കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ ഡീഹൈഡ്രേഷൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിക്കും, ഡയബറ്റിക്സ് ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഡീഹൈഡ്രേഷൻ സാധ്യത വളരെ കൂടുതലാണ്. ക്രിയാറ്റിനിൻ ലെവൽ മറ്റസുഖങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും പലരും സിറം ക്രിയാറ്റിനിൻ കൂടുതലാണെന്ന് അറിയുന്നത്. ക്രിയാറ്റിനും വൃക്കയുടെ ആരോഗ്യം തമ്മിൽ അതിൻ്റെ ലെവൽ കൂടിയാലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയാമോ സാർ? നമ്മൾ സാധാരണയായിട്ട് ക്രിയാറ്റിൻ നോർമൽ വാല്യൂ 1.2 mg/dL എന്നാണ്. പക്ഷേ കിഡ്നി ഡാമേജ് കണ്ടുപിടിക്കുന്ന ഒരു സെൻസിറ്റീവ് മാർക്കർ അല്ല ക്രിയാറ്റിൻ. അതായത് 1.2 1.3 ആകുമ്പോഴേക്ക് തന്നെ കിഡ്നി ഫംഗ്ഷൻ ഏകദേശം 40% ഡാമേജ് പോയിട്ടുണ്ടാവും. അതിന് മുന്നേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കിഡ്നി ഡിസീസ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനൊക്കെ ക്രിയാറ്റിൻ ഉപകാരമാണ്. ഇപ്പോൾ ഏർലി ആയിട്ട് കിഡ്നി ഡിസീസ് വരുന്നുണ്ടെങ്കിൽ യൂറിൻ പരിശോധിക്കണം, യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ നോക്കണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ക്രിയാറ്റിൻ 1.2 1.3 ആയാൽ തന്നെ കിഡ്നി ഡാമേജ് 40% അധികം ഡാമേജ് ആയിട്ടുണ്ട്. 40% കിഡ്നി വർക്ക് ചെയ്യുന്നുള്ളൂ, 60% ഡാമേജ് ആയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത്
അതിന് എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഡയബറ്റീസ് ഒന്നും കൂടി കൂടുതൽ കൺട്രോൾ ചെയ്യാൻ നോക്കണം. പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യാൻ നോക്കണം. കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. കിഡ്നി ഫംഗ്ഷൻ അളക്കുന്നത് ക്രിയാറ്റിൻ ക്ലിയറൻസ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ വെച്ചിട്ടുണ്ട്. ക്രിയാറ്റിൻ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിലെ സീറം ക്രിയാറ്റിൻ്റെ ലെവൽ അനുസരിച്ചാണ് ക്രിയാറ്റിൻ ക്ലിയറൻസ് മാറിയിരിക്കുന്നത്. നോർമൽ ക്രിയാറ്റിൻ ക്ലിയറൻസ് 100 to 125 ml/minute ആണ്. പക്ഷേ ക്രിയാറ്റിൻ 1.5 എത്തുമ്പോഴേക്കും അത് ഏകദേശം 35-40 ml/minute ആകും. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എത്രമാത്രം അത്ര കിഡ്നി ഫംഗ്ഷൻ പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ക്രിയാറ്റിൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 25 ml/minute ഉള്ള, അതായത് 75% കിഡ്നി ഡാമേജ് ആയി എന്നുള്ളതാണ്. അടുത്തിടെയായി വന്നൊരു വാർത്തയാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വൃക്കരോഗങ്ങൾക്ക് കാരണമായി എന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ? റീസെൻ്റ്ലി നമ്മുടെ അടുത്ത് തന്നെയുള്ള കോട്ടക്കലിൽ 12 പേഷ്യൻസ് ഒരു കോസ്മെറ്റിക്സ് ഫേസ് ക്രീം വൈറ്റനിങ് ഏജൻറ്റ് അടുപ്പിച്ച് ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു 1 to 3 months ഉപയോഗിച്ചിട്ട് ഒരു 12 തുടങ്ങി 15 പേർക്ക് യൂറിനിൽ പ്രോട്ടീൻ വളരെയധികം പോവുകയും ശരീരമാകെ നീര് വരികയും നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവുകയും ചെയ്തു. അതങ്ങനെ കിഡ്നി ബയോപ്സി ചെയ്ത് നോക്കിയപ്പോൾ അത് മെംബ്രൈനസ് നെഫ്രോപ്പതി എന്ന് പറഞ്ഞ അസുഖമായിട്ട് കണ്ടത്. അവരെ ബ്ലഡ് നോക്കിയപ്പോൾ അവരുടെ ബ്ലഡിൽ വളരെയധികം ഹെവി മെറ്റൽസായ മെർക്കുറി, ആർസനിക്, ലെഡ് എന്നിവ പലരിലും ശരീരത്തിൽ കണ്ടു. പല ഫേസ് ക്രീംസിലും ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യം അനുവദനീയമായ അളവിലും 10 മടങ്ങോ അല്ലെങ്കിൽ 100 മടങ്ങോ ഒക്കെ അധികമാണ്. അത് നമ്മുടെ സ്കിന്നിൽ കൂടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയും അത് നമ്മുടെ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് നല്ല ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. ലെഡൊക്കെ കിഡ്നിനെ മാത്രമല്ല ബാധിക്കുക, ഞരമ്പുകളെയും ബാധിക്കും, മജ്ജേനെ ബാധിക്കും, രക്തത്തിൻ്റെ അളവിനെ കുറയ്ക്കും, ബ്രെയിനിനെ പോലും ബാധിക്കും. അപ്പോൾ ഇങ്ങനത്തുള്ള ഫേസ് ക്രീംസ് ഉപയോഗിക്കുന്നവർ അതിൻ്റെ കണ്ടൻറ്റ് വായിച്ച് നോക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു നല്ല ബ്രാൻഡ് സാധനം മാത്രം ഉപയോഗിക്കുക. ഉപയോഗത്തിൻ്റെ അളവ് തന്നെ കുറയ്ക്കുക. ഫേസ് ക്രീം ആയാലും ലിപ്സ്റ്റിക്സ് ആയാലും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയയിൽ പരസ്യം കണ്ടിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. എനിക്ക് റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു 50 വയസ്സുള്ള സ്ത്രീയായിരുന്നു. അവർ ഒരു 3 months ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഫേസ് ക്രീം ഉപയോഗിച്ചു. അവർക്ക് അത് നെഫ്രോട്ടിക് സിൻഡ്രോംസ്, ശരീരമാകെ നീര്, ശരീരത്തിൽ ആൽബ്യൂമിൻ കുറയുന്നു, യൂറിൻ കൂടെ പ്രോട്ടീൻ 6 gram 7 gram യൂറിൻ പ്രോട്ടീൻ ലീക്ക് പെർ ഡേ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കൊളസ്ട്രോൾ ഭയങ്കര ഹൈ ആയിരുന്നു. അങ്ങനെ കിഡ്നി ബയോപ്സി ചെയ്തപ്പോൾ ഇതുപോലെ മെംബ്രൈനസ് നെഫ്രോപ്പതി ആയിരുന്നു. അവരുടെ ബ്ലഡ് മെർക്കുറി ലെവൽ വെരി ഹൈ ആയിരുന്നു. അപ്പോൾ ഫേസ് ക്രീം സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന് കൂടുതൽ കാലം മരുന്നുകളും ചികിത്സകളൊക്കെ വേണ്ടി വന്നു. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരവസ്ഥയാണ് ഇങ്ങനത്തുള്ള കോസ്മെറ്റിക്സ് തേച്ചിട്ടുള്ള അസുഖങ്ങൾ വരുത്തുന്നത്. ഈ കോസ്മെറ്റിക്സ് കിഡ്നിയുടെ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ളത് എല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കാം. അതെ. ഇത് കോട്ടക്കിലുണ്ടായ കേസ് ഇൻ്റർനാഷണൽ ജേർണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി അത് ഗവൺമെൻറ് കുറച്ച് ആക്ഷൻ എടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും ഓൺലൈനിൽ ഈ ഫേസ് ക്രീം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ കോസ്മെറ്റിക്സ് സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ കണ്ടൻസും കൂടി കണ്ടൻസ് വായിച്ചു നോക്കുക. നല്ല കമ്പനിയാണെന്ന് ഈവൻ നല്ല കമ്പനികളിൽ പോലും ഇങ്ങനത്തെ ഹെവി മെറ്റൽസായ ആർസനിക്, ലെഡ്, നിക്കൽ, കാഡ്മിയം എന്നിവ പറഞ്ഞ അളവിലും പലതിലും കൂടുതൽ തന്നെയാണ്. എന്നിരുന്നാലും ഒരു നല്ല കമ്പനിയാകുമ്പോൾ കുറച്ചും കൂടി അവർ ഇതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ശ്രദ്ധിക്കും വിചാരിക്കുക. അതുകൊണ്ട് നല്ല കമ്പനി തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കമ്പനി തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അത് ഫേസ് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് കൈ നന്നായി വാഷ് ചെയ്യുക. പിന്നെ ഫേസ് ക്രീം തേച്ചതിന് ശേഷം മുഖത്തോ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ വീണ്ടും നന്നായി കൈ കഴുകിയാൽ തന്നെ ശരീരത്തിലെ കയ്യിലുള്ള ഈ ടോക്സിൻസൊക്കെ പോകുന്നതായിരിക്കും. എന്നിരുന്നാലും ഈ സ്കിന്നിൽ കൂടെ തന്നെ ഇത് അബ്സോർബ് ചെയ്യും. ഫേസ് ക്രീമിനെ കുറിച്ച് ചിലർക്കെങ്കിലും തോന്നാം ഇത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ അല്ലേ, നമ്മൾ പുറമേ അല്ലേ പെരട്ടുന്നുള്ളൂ, ഇതെങ്ങനെ ഉള്ളിലെ കിഡ്നിനെ എഫക്റ്റ് ചെയ്യുന്നു? പല ഹെവി മെറ്റൽസ്, പലതരം ഹെവി മെറ്റൽസിന് പലതരം ഫോമുണ്ട്, ഓർഗാനിക് ഫോമും ഇൻഓർഗാനിക് ഫോമും. അപ്പോൾ ചില ഫോമുകളൊക്കെ ഹെവി മെറ്റൽസിൻ്റെതൊക്കെ ഈസിലി സ്കിന്നിൽ കൂടെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ പോലും അത് ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്ലഡിലെത്തും. അത് പിന്നെ കിഡ്നിയിലാണ് ഫിൽട്ടർ ചെയ്യുന്നത്, കിഡ്നിയിൽ ഡെപ്പോസിറ്റേഷൻ വരും. പിന്നെ അതൊരു ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കും. അതാണ് കിഡ്നി ഡിസീസ് ഉണ്ടായില്ല. മെർക്കുറിക്കൽ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ പോലെയാണ് ഉണ്ടാക്കിയിട്ടാണ് അത് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നത്. ഫേസ് ക്രീമിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ സർ? ഫേസ് ക്രീമിൽ, ലിപ്സ്റ്റിക്സിലും, ഈവൻ മസ്കര, ഈവൻ ഹെയർ ഡൈയിലും പലതരം കെമിക്കൽസും ഉണ്ടാകാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ
ഇപ്പോൾ ഉള്ളത് ഇവിടെ തന്നെ പല സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഓൺലൈനിൽ കൂടി മാർക്കറ്റ് ചെയ്യുന്ന പല ഫേസ് ക്രീംസിലാണ്. അല്ലാതെ നമ്മൾ പണ്ട് പല ബ്രാൻഡ്സും നമുക്ക് കൂടി ഉണ്ടായിരുന്നു. ആ ബ്രാൻഡ്സിലൊന്നും ഇതുപോലത്തെ ഒരു കോംപ്ലിക്കേഷൻസ് അധികം കണ്ടിട്ടില്ല. സർ, കിഡ്നിയെ മെയിനായിട്ട് ബാധിക്കുന്ന ഹെവി മെറ്റൽസ് ഏതൊക്കെയാണ്? കിഡ്നിയിലെ എല്ലാ ഹെവി മെറ്റൽസ് കിഡ്നിയെ ബാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ലെഡ് പല സോഴ്സിൽ കൂടി നമ്മുടെ ശരീരത്തിൽ വരാം. പല ഹെർബൽ മെഡിസിൻ എന്ന് പറഞ്ഞതിലും ലെഡ് ഉണ്ടാകാം. പിന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ഉണ്ട്. പിന്നെ ലെഡ് പല സീ ഫുഡ്സ് വളരെയധികം കഴിക്കുന്ന ആൾക്കാർക്ക്, സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കൊക്കെ ലെഡ് എക്സ്പോഷർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആഴ്ചയിൽ 2-3 ദിവസം സീ ഫുഡ് കഴിക്കാൻ പറയുന്നത്. ഡെയിലി കഴിച്ച് വെരി ഹൈ എമൗണ്ട് കഴിച്ചാൽ ലെഡ് എമൗണ്ടും ഹെവി മെറ്റൽസ് കൂടുതലായിരിക്കും. അപ്പോൾ ലെഡ് കിഡ്നി ഡാമേജ് ഉണ്ടാക്കാം, അതുമാതിരി തന്നെ മറ്റു അവയവങ്ങളെയും ബാധിക്കാം. പിന്നെയുള്ളതാണ് മെർക്കുറി, പിന്നെ നിക്കൽ, കാഡ്മിയം, ഇതെല്ലാം കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന. പിന്നെ ആർസനിക്. ആരോഗ്യം സംരക്ഷിക്കാൻ എന്ന പേരിൽ സമൂഹ മാധ്യമത്തിലൂടെയും മറ്റും കാണുന്ന പലരും ഉണ്ടാക്കി കഴിക്കുകയും വാങ്ങിക്കഴിക്കാറുമൊക്കെയുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ന് ആളുകൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പലതരം ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്ന സ്വഭാവമുണ്ട്. അതിൽ പലരും ഡെയിലി നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി കഴിക്കും. നെല്ലിക്ക ജ്യൂസ്, പിന്നെ എലിമ്പിപ്പിള്ളി ജ്യൂസ്, വാഴപ്പിണ്ടി ജ്യൂസ്, പിന്നെ ചതുരപ്പിള്ളി ജ്യൂസ്. ഇതെല്ലാം പണ്ടൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കഴിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ മിതമായ അളവിലാണ്. നെല്ലിക്ക ഉപയോഗിച്ചെങ്കിൽ ഒരു നെല്ലിക്ക ഉപയോഗിക്കും, 1-2 നെല്ലിക്കയുടെ ചമ്മന്തി ഉണ്ടാക്കി അങ്ങനെ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ട് കഴിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പീസോ എല്ലാം ഉപയോഗിച്ചിരുന്നുള്ളൂ. വാഴപ്പിണ്ടിയാണെങ്കിൽ കറി വെച്ച് കഴിച്ചുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ആളുകൾ പെട്ടെന്ന് ക്യൂർ കിട്ടാൻ, ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ എലിമ്പിപ്പുള്ളി ജ്യൂസ് ഉണ്ടാക്കി കഴിക്കും, സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസൊക്കെ കഴിക്കും, വാഴപ്പിണ്ടി ജ്യൂസ്. ഇതിലെല്ലാം വെരി ഹൈ ആസ്കോർബിക് ആസിഡാണ്. ആസ്കോർബിക് ആസിഡും ഓക്സലേറ്റും. ഈ ഓക്സലേറ്റ് തന്നെയാണെങ്കിൽ നമ്മുടെ സാൾട്ട് പോലെ ഒരു ക്രിസ്റ്റലാണ്. ആ ക്രിസ്റ്റൽ കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യുന്നതിന് കൂടുതൽ അളവ് വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നി ട്യൂബിൾസിൽ അത് ഫില്ല് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ആവും. അങ്ങനെ കിഡ്നി ഡാമേജ് ഉണ്ടാവും. അതിൽ എസ്പെഷ്യലി ഓൾറെഡി കിഡ്നി ഡിസീസ് ഉള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊന്നും ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ചെറിയ എമൗണ്ടിൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വളരെയധികം എമൗണ്ടിൽ സ്ഥിരമായിട്ട് കഴിച്ചാൽ കിഡ്നിക്ക് ഡാമേജ്, പെട്ടെന്നുള്ള കിഡ്നി ഇഞ്ചുറി ഉണ്ടാക്കാം. ചിലപ്പോൾ അത് പെർമനൻറ്റ് ഡാമേജ് ഉണ്ടാക്കാം. പെർമനന്റ് കിഡ്നി ഡാമേജിന്റെ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? അതിനെ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? പെർമനൻറ്റ് കിഡ്നി ഡിസീസ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെയും കിഡ്നി മാറ്റി വയ്ക്കുന്നതിൻ്റെയും ഒരു 80% കാരണം ഡയബറ്റീസും ബ്ലഡ് പ്രഷറാണ്. അപ്പോൾ ഈ രണ്ടും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന അസുഖങ്ങളാണ്. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസിൻ്റെ ഒരു മേജർ കാരണം ഭക്ഷണ രീതിയും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ 25 വയസ്സിൽ തുടങ്ങി എല്ലാ വർഷവും ഷുഗർ മോണിറ്റർ ചെയ്യുക, ഷുഗർ ഉണ്ടോ എന്ന് നോക്കുക. ഷുഗർ വന്നു കഴിഞ്ഞാൽ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, ഡയറ്റ് നന്നായി മോഡിഫൈ ചെയ്യുക, ഷുഗർ നന്നായി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പല സ്റ്റഡീസും ഉണ്ട്. ഷുഗർ നന്നായി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം, ഡയറ്റ് കൊണ്ടായിരിക്കാം, മരുന്ന് കൊണ്ടായിരിക്കാം. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് കൊണ്ടുള്ള എല്ലാ കോംപ്ലിക്കേഷനും ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അതായത് കിഡ്നി ഡിസീസ് ഉണ്ടാവുന്നതും, കാർഡിയാക് ഡിസീസ് ഉണ്ടാവുന്നതും, സ്ട്രോക്ക് ഉണ്ടാവുന്നതും, ഡയബറ്റീസ് കൊണ്ടുള്ള എല്ലാ ഡാമേജും, ഡയബറ്റിക് ന്യൂറോപ്പതിയും റെറ്റിനോപ്പതിയും എല്ലാം തടയാൻ പറ്റും. അപ്പോൾ ഏറ്റവും തുടക്കത്തിൽ ഡയബറ്റീസ് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും റിഫൈൻഡ് ഷുഗേഴ്സ് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഭക്ഷണ രീതി തന്നെ മാറ്റണം. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അത് ഒരു കയ്യിൽ കൊള്ളാവുന്ന കാർബോഹൈഡ്രേറ്റ്, അതായത് ചോറായാലും ഒരു കയ്യിൽ കൊള്ളാവുന്ന ചോറേ കഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് കൂടുതൽ വെജിറ്റബിൾസും എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ടുള്ള ഐറ്റംസും അങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ഭക്ഷണ രീതി. അല്ലാതെ ചോറ് വളരെയധികം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ പ്രായപൂർത്തിയാവുന്നതോടൊപ്പം തന്നെ ഷുഗറും ചെക്ക് ചെയ്യണം, ബ്ലഡ് പ്രഷറും ചെക്ക് ചെയ്യണം. ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉപ്പ് കുറയ്ക്കുക, ലൈഫ് സ്റ്റൈൽ എക്സസൈസ് ചെയ്യുക, ഹൈ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ ഡ്രഗ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിരുന്നാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം തടയാൻ പറ്റും. ഇത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു തരം നമുക്ക് കിഡ്നി ഡിസീസ് വരുന്നത് തന്നെ നമ്മുടെ ഡയാലിസിസ് സെൻറ്റേഴ്സ് തന്നെ പലതും നമുക്ക് ആവശ്യമില്ലാതെ വരും. പക്ഷേ ആരും ഡയബറ്റീസോ ഹൈപ്പർടെൻഷനോ ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റെ എണ്ണം കൂടുന്നു, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് കൂടുന്നു. പല ഡയാലിസിസ് യൂണിറ്റിനും ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാർ, ഡയാലിസിസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, അപ്പം കിഡ്നി പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാതിരിക്കുമ്പോഴായിരിക്കും ഒരു ഡയാലിസിസിലേക്ക് കിഡ്നി ഡിസീസ് പല സ്റ്റേജ് ഉണ്ട്. CKD സ്റ്റേജ് 1 തുടങ്ങിയ CKD സ്റ്റേജ് 5 വരെ. കിഡ്നി ഫംഗ്ഷൻ ലെസ് ദാൻ 15% ആണ് CKD സ്റ്റേജ് 5. ആ 5-ലാണ് ഏത് സമയത്ത് അവർ ഡയാലിസിലേക്കോ അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും പുറമെ മറ്റെന്തൊക്കെ അസുഖങ്ങളാണ് വൃക്കയെ പ്രവർത്തനരഹിതമാക്കുന്നത്?
കിഡ്നി ഞാൻ പറഞ്ഞല്ലോ 80% കിഡ്നി ഡിസീസിൻ്റെയും ഒരു മെയിൻ കാരണം ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും, പിന്നെ പലതരം തനതായ കിഡ്നി ഡിസീസ് കുറേ അസുഖങ്ങളുണ്ട്. ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ പല അസുഖങ്ങളുണ്ട്. അതൊന്നും നമുക്ക് തടയാൻ പറ്റുന്നതല്ല, വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാം. പിന്നെ ജനറ്റിക് ഡിസീസ് പലതുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കാം. ചിലപ്പോൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ മാറും, ചിലത് പക്ഷേ മാറണമെന്നില്ല. അതൊക്കെ പെർമനൻറ്റ് കിഡ്നി ഡാമേജ് സ്റ്റേജ് 5 CKD ആയാൽ ഡയാലിസിലേക്ക് പോകുക, അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ കാണുന്നത് കോമൺ ആയിട്ട് ഇവിടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനാണ്. ഡയാലിസിസ് ചെയ്യുന്ന രോഗിക്ക് അത് ബെറ്റർ ഓപ്ഷൻ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണല്ലേ? കിഡ്നി റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും. അത് ഒന്ന് ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഡയാലിസിൽ നിന്ന് കിഡ്നി ഫംഗ്ഷൻ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമാണ്. അതുകൊണ്ട് അവർക്കൊരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുന്നില്ല. പക്ഷേ കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ അവർക്കുടെ വെൽബീയിങ് എല്ലാം വളരെ വ്യത്യാസമാണ്. അപ്പോൾ അത് ശരിയായ ട്രീറ്റ്മെൻറ്റ് പറ്റാവുന്ന ആൾക്കാർക്ക് കിഡ്നി മാറ്റി വയ്ക്കലാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അതിനുള്ള ഡോണറെ കിട്ടണം, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതൊക്കെയാണ് മേജർ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ഡോണർ ആരായിരിക്കും സാർ? ഫാമിലി നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ലിവിങ് റിലേറ്റഡ് ഡോണർ തന്നെയാണ്. പക്ഷേ അത് ഇല്ലാത്ത ആളുകൾക്ക് നെക്സ്റ്റ് ഓപ്ഷനായിരുന്നു കെഡാവർ ട്രാൻസ്പ്ലാന്റേഷൻ. നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് അൺറിലേറ്റഡ് ബന്ധത്തിലല്ലാത്തവരുടെ അവയവദാനം ഇല്ല, നിയമപരമല്ല. ലിവിങ് റിലേറ്റഡ് ഡോണർ മാത്രമേ നമ്മുടെ ഇതിലുള്ളൂ. പിന്നെയുള്ളത് കെഡാവർ, മരിച്ച ആളുകളുടെ അവയവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കെഡാവർ ഡൊണേഷനും നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് അതൊരു ഉപകാരമാവുള്ളൂ. കേരളത്തിൽ ഇപ്പോഴും വളരെ ഫലപ്രദമായി അവയവദാനം നടക്കുന്നുണ്ടോ? കേരളത്തിൽ അവയവദാനം വളരെ നന്നായിട്ട് നടന്നിരുന്നതാണ്. അത് അവയവദാനങ്ങൾ തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് ലിവിങ് റിലേറ്റഡ്, അതായത് ബന്ധത്തിലുള്ള ആളുകളുടെ അവയവദാനം. രണ്ടാമത് അൺറിലേറ്റഡ്, അത് നമ്മുടെ ഇന്ത്യ നിയമം അനുസരിച്ച് അനുവദിക്കുന്നില്ല. മൂന്നാമത് കെഡാവർ, മസ്തിഷ്ക മരണം സംഭവിച്ച, അതായത് ബ്രെയിൻ ഡെത്തായ ആളുകളുടെ അവയവങ്ങൾ ദാനം. അത് വളരെ നല്ല നിലയിൽ നടന്നിരുന്നതാണ് കേരളത്തിൽ. പക്ഷേ അടുത്ത കാലത്ത് ചില സിനിമകൾ വന്നതിന് ശേഷം കെഡാവർ ഓർഗൻ ഡൊണേഷൻ വളരെയധികം കുറഞ്ഞു. നെഗറ്റീവ് പിക്ചറാണ് സമൂഹത്തിന് നൽകിയത്. അതുപോലെ ഇപ്പോൾ കിഡ്നി അങ്ങനെ കെഡാവർ ഡൊണേഷൻ വളരെയധികം കുറഞ്ഞു. പക്ഷേ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വെയിറ്റ് ചെയ്യുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആക്സിഡൻ്റ് ആയിട്ടും ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അവസാനം അവർ ഓർഗൻസ് ഒന്നും ഡൊണേറ്റ് ചെയ്യാതെ ശരീരം പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള അവയർനെസ് ഇനിയും സമൂഹത്തിൽ കൂട്ടണം. ഓർഗൻ ഡൊണേഷൻ, ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞാൽ അവയവങ്ങൾ ദാനം ചെയ്യുന്നുള്ള നല്ല കാര്യമാണ്. അങ്ങനെ കച്ചവടമായിട്ടുള്ള ഒരു ബിസിനസ് നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ള മെസ്സേജ് ജനങ്ങളെല്ലാവർക്കും അറിയണം. എന്നിരുന്നാൽ ഈ ഡൊണേഷൻ ആളുകൾ കൂടുതൽ കൊടുക്കാൻ സാധ്യതയുള്ളൂ. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല ആളുകളും ഡയാലിസിലുള്ള പല ആളുകൾക്കും ഓർഗൻ കിട്ടുകയും ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമാഴ്ച 2-3 ദിവസം പോകേണ്ട അവസ്ഥ ഇല്ലാതാവുകയും ചെയ്യും. വൃക്കകളുടെ ആരോഗ്യത്തിനും രോഗം വരാതിരിക്കാനും പൊതുവെ നമ്മൾ ശീലിക്കേണ്ടതും പാലിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? രോഗം വരാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഡയറ്റും ലൈഫ് സ്റ്റൈലും. ഡയറ്റിൽ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ആവശ്യത്തിന് പ്രോട്ടീൻ, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, ആവശ്യത്തിന് ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്. നമ്മൾ വെയിറ്റ് കൂടാത്ത രീതിയിലുള്ള ആ ഭക്ഷണ രീതി, ഓവർ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ്. പക്ഷേ നമ്മുടെ ഭക്ഷണ രീതി പലപ്പോഴും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും വളരെ കുറവ്, പലപ്പോഴും ഫാസ്റ്റ് ഫുഡിലേക്ക് മാറുന്നു. കൂടുതൽ റിഫൈൻഡ് ഷുഗറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബേക്കറി ഐറ്റംസ് വളരെയധികം ഉപയോഗിക്കുന്നു. ഫ്രൈഡ് ഐറ്റംസ് കൂടുതൽ ഉപയോഗിക്കുന്നു. അതിൻ്റെ മേജർ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറച്ചിക്ക് കൂടുതൽ കരിയാനുള്ള സാധ്യത, അത് കരിയുന്നതോടുകൂടി കൂടുതൽ ചാൻസ് ഓഫ് ക്യാൻസറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എപ്പോഴും ഫോളോ ചെയ്യുക. അത് ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്ത് കൂടുതൽ വെജിറ്റബിൾസും കൂടുതൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 3 തുടങ്ങി 5 നേരം പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. അധികം കോസ്റ്റ്ലി അല്ലാത്ത ഫ്രൂട്ട്സൊക്കെ കിട്ടും, അത് ഉപയോഗിക്കാം. അങ്ങനെയാണ് കൂടുതൽ ബാലൻസ്ഡ് ഡയറ്റ് വരുന്നത്. പിന്നെയുള്ളത് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഒരു ബ്രിസ്ക് വാക്കിങ്ങോ അല്ലെങ്കിൽ വാക്കിങ്ങോ ശീലമാക്കണം. ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കിഡ്നി ഡിസീസും പല കാർഡിയക് ഡിസീസും സ്ട്രോക്കും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
വൃക്ക രോഗങ്ങളെക്കുറിച്ചും അത് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ MV ബിജുവുമായി ഡോക്ടർ സൂര്യ VS നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം. ആരോഗ്യവാണി